ഇതില് അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ ദിവസം റിലീസായ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ. ആ മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ഉണ്ണി മുകുന്ദൻ ഈ ഒരു പടത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഹൈപ്പ് വേറെ ലെവലാണ്. ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. ആ കടന്നു വന്ന പുള്ളിക്കാരനെ വീണ്ടും അടിച്ചു താക്കുന്ന രീതിയിലാണ് പ്രമുഖരായിട്ടുള്ള മറ്റു നടന്മാർ. അതെന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾ ഓരോരുത്തരും സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു വരുന്നത്. എന്നിട്ടും മറ്റൊരുത്തരെ ഇങ്ങനെ അടിച്ച് ആക്ഷേപിക്കുന്ന രീതി ഒട്ടും അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഈ പറയുന്ന ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിലൂടെ വളരെ വികാരാതീതനായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞൊരു മേപ്പടിയാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീട് വരെ പണയം വെച്ചിട്ടാണ് ആ പുള്ളി പടം എടുത്തത്. അന്നാണ് ഈ ഒമിക്രോൺ ഒക്കെ വന്നത്. അന്ന് ആ പടം ഫ്ലോപ്പായി പോയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് പോയതിനും അദ്ദേഹം സിനിമ തന്നെ നിർത്തേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നേനെ. എന്നിട്ട് പോലും അത് വിജയിക്കുകയും അതിൽ നിന്ന് പുള്ളിക്കാരൻ പിന്നെ റിക്കവറായി നല്ല പടങ്ങൾ എടുക്കുകയും ഇപ്പോഴിതാ നല്ലൊരു പടം, അതായത് മലയാള ഇൻഡസ്ട്രിക്ക് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വരെ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഈ മാർക്കോ വന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ അംഗീകരിക്കണം. നമ്മുടെ കേരളത്തിലുള്ള ആക്ടർമാരും നമ്മുടെ കേരളത്തിലുള്ളവരും ഒക്കെ അംഗീകരിക്കണം. കാരണം ഒരു വലിയൊരു രീതിയിലേക്കാണ് നമ്മുടെ ഈ മലയാള സിനിമ വളർന്നത്. അപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാതെ ഇപ്പോഴും ഈ പറയുന്ന സിനിമയെ താറടിച്ചുകൊണ്ട് കാണിക്കുന്ന അവന്മാരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒന്ന് ജാഫർ ഇടുക്കി, ഒന്ന് സുരാജ് വെഞ്ഞാറമൂട് എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതൊന്ന് കേട്ടു നോക്കുക. ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അത് കഴിഞ്ഞ ശേഷം ഈ ജാഫർ ഇടുക്കി പറഞ്ഞതൊന്ന് കേട്ടു നോക്കുക. അത് കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം കേട്ടോ. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ, അതായത് സിനിമയിൽ ഇതിൻ്റെ അകത്ത് അങ്ങനെ വെട്ടിക്കീറലോ ആളെ കൊല്ലലോ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഇടി എന്ന് പറയുന്ന പടത്തിൻ്റെ പ്രൊമോഷൻ വർക്കാണ് പുള്ളി ചെയ്തത്. പ്രൊമോഷൻ ചെയ്യുന്നവൻ സ്വന്തം പടത്തിൻ്റെ പ്രൊമോഷൻ ചെയ്തിട്ട് അങ്ങനെ പോയാൽ പോരായിരുന്നോ? എന്തിനാണ് വേറൊരുത്തൻ്റെ ഫിലിമിനെക്കുറിച്ച് വേറൊരുത്തൻ്റെ സിനിമയെക്കുറിച്ച് അടച്ചാക്ഷേപിക്കുന്നത്? അതിലങ്ങനാണ് എന്നുള്ള കാര്യമുണ്ട്. നിങ്ങളുടെ സിനിമ നല്ലതാണെങ്കിൽ അതിൽ വന്ന് ജനം കാണും. അതിന് മറ്റൊരുത്തൻ്റെ സിനിമയെ ഇങ്ങനെ അങ്ങോട്ട് തെള്ളി വിട്ടിട്ട് എൻ്റെ സിനിമയെ അങ്ങോട്ട് എല്ലാവരും കാണണമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പ്രൊമോഷനും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഇത് സ്വീകരിക്കുമോ? ജനങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഞങ്ങളുടെ ഒരു സിനിമ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ട് അത് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞ് പോകേണ്ടത് വിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ മാർക്കോയ്ക്കിട്ടൊരു കുത്തിയിട്ടുണ്ട്. എന്നാൽ ജാഫർ ഇടുക്കി പറയുന്നത് വേറൊരു കാര്യം കേട്ടു നോക്കി. ജാഫർക്ക, ഇപ്പോൾ വലിയ ഹൈപ്പിൽ വരുന്ന മൂവികളാണ് ഇപ്പോൾ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ചെറിയ പടങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ മാർക്കോയുടെ കൂടെ ഇറങ്ങിയ ചെറിയ പടങ്ങളൊന്നും അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് ഇപ്പോൾ റിലീസിനെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന പടമെല്ലാം വിജയിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മാർക്കോ കേൾക്കോ ഒന്നല്ലോ നമ്മുടെ വിഷയം. മാർക്കോ അതിന്റെ രീതിയിൽ അത് വിജയിച്ചു. അതിന്റെ ഇപ്പുറത്ത് വേറെ പടം വിജയിച്ചു പോണേ, മറ്റേ ഈ പടം വിജയിക്കണേ, ഞങ്ങളുടെ പടം വിജയിക്കണേ, എല്ലാ പടവും വിജയിക്കണേ. ഇവിടെ റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ ഇപ്പം മാർക്കോ നല്ല രീതിയിൽ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ആ സമയത്ത് മറ്റു സിനിമകൾക്കൊക്കെ ഒരു സ്കോപ്പ് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇവിടെ ജാഫർ ഇടുക്കി പറയുന്നൊരു കാര്യമുണ്ട്, മാർക്കോ കീർക്കോ എന്നൊക്കെ. എന്താ വാട് എന്തുവാ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ സത്യത്തിൽ? നിങ്ങൾ എന്തിനാണ് മറ്റൊരുത്തനെ ഇങ്ങനെ തരം താഴ്ത്തി കാണിക്കുന്നത്? മറ്റൊരുത്തൻ്റെ സിനിമ, ഒരാളുടെ സിനിമ ഹിറ്റായി പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ പുച്ഛം? നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പരിഹാസം? ഇതിൻ്റെ ആവശ്യം എന്താ? നിങ്ങളുടെ സിനിമ നല്ലതാണെങ്കിൽ ജനങ്ങളത് കാണും. അല്ല, നിങ്ങളുടെ സിനിമ കൊള്ളത്തില്ലെങ്കിൽ ജനങ്ങളത് കാണത്തില്ല. ഇപ്പം നിങ്ങളുടെ ഈ വർത്തമാനം കൊണ്ട് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ സിനിമയിലേക്ക് ജനങ്ങൾ എത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചതല്ലേ. ഇപ്പോൾ തന്നെ അത് വൈറലായിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെയൊക്കെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങളുടെ രോഷം അത്രമാത്രമുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിൽ, അതായത് നമ്മുടെ അന്യ സംസ്ഥാനത്തുള്ള സിനിമകളൊക്കെ വന്ന് വലിയ അടിപ്പടമൊക്കെ വന്ന് ഹിറ്റായി പോകുന്നുണ്ട്. അവർ നല്ല കളക്ഷൻ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ മലയാള സിനിമ ഇതേ ഒരു ലെവലിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൈയടിച്ചു കൊടുക്കണം. അതൊന്നും ചെയ്യാതെ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ മലയാളത്തിലുള്ള നമ്മുടെ സ്വന്തം നടനെ അധിക്ഷേപിക്കുന്ന രീതിയിലും ആ സിനിമയെ അധിക്ഷേപിക്കുന്ന രീതിയിലും നിങ്ങൾ വർത്തമാനം പറഞ്ഞാൽ എന്താണ് നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ മാർക്കോ കണ്ടിറങ്ങിയ ഉണ്ണി മുകുന്ദൻ്റെ സന്തോഷം നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്ന ആ സന്തോഷമുണ്ടല്ലോ, കുറേ നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലം, അല്ലെങ്കിൽ ഒത്തിരി നിന്ദിച്ചവരുടെ ഇടയിലുമൊക്കെ ഒരു വിജയിച്ച് കയറിയ ഒരു സന്തോഷം. ആ സന്തോഷം ഉള്ളിൽ നിന്ന് വരുന്നത് തന്നെയാണ്. കുറ്റപ്പെടുത്തുന്നവരും അനേകരുണ്ടായിരുന്നു, തള്ളി പറഞ്ഞവരും അനേകരുണ്ടായിരുന്നു.
അപ്പോൾ ഈ ഒരു വിജയം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വല്ലാണ്ട് സന്തോഷമുണ്ട്. അതുമാത്രവുമല്ല, ഈ ഒരു സിനിമ എല്ലാവരും കാത്തിരുന്നൊരു സിനിമ തന്നെയാണ്. അതോ അതിൻ്റെതായിട്ടുള്ള ഒരു മികവ് ആ ഒരു സിനിമയ്ക്കുണ്ട്. കാര്യമൊക്കെ ശരിയാണ്, നല്ല രീതിയിൽ വയലൻസ് ഒക്കെ ഉണ്ടെങ്കിലും ആ വയലൻസ് ആ സിനിമയ്ക്കകത്ത് എങ്ങനെ ഉപയോഗിക്കണോ അങ്ങനെ തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉണ്ണി മുകുന്ദൻ ഈ സിനിമയെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് കേട്ടു നോക്കി. അന്യഭാഷ സിനിമകൾ ഇവിടെ വന്ന് റിലീസാകുമ്പോൾ ഇവിടുത്തെ യൂത്ത് അത്തരം സിനിമകളോട് കാണിക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. ഓക്കെ, പുറമേ നിന്ന് ഒരു സിനിമ വരുമ്പോൾ നമ്മുടെ സിനിമകൾ മാറ്റി വെക്കുന്നു, ഇത്തരം സിനിമകൾ ഇവിടുത്തെ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തിയേറ്ററിൽ കളിപ്പിക്കുന്നു, നമ്മുടെ യൂത്ത് അത് പോയി കാണുന്നു. എന്നെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സിനിമകൾ വരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ യൂത്ത് അങ്ങോട്ട് സിനിമകൾ പോകുന്നതെന്ന്, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമകൾക്കും നമ്മുടെ ടെക്നീഷ്യൻസിനും നമ്മുടെ ഫിൽം മേക്കേഴ്സിനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു വലിയൊരു ഒരു കോൺഫിഡൻസ് വരട്ടെ. ഐ റിയലി ലവ് ഈ ലവ് സ്റ്റോറീസ് ആൻഡ് എന്താ പറയുക ഫീൽ ഗുഡ് സിനിമകൾ എനിക്കിഷ്ടമാണ്, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് അറ്റ് ദ സെയിം ടൈം പാരലലി വലിയ സിനിമകളും തിയേറ്ററിൽ ആഘോഷിക്കപ്പെട്ട സിനിമകളും ഒക്കെ വന്നാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ക്രിസ്മസ് സമയത്ത് ഒരു ഇടിപടം വരിക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ക്രിസ്മസ് സമയത്ത് ഒരു ഇടിപ്പടം വരുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം യൂത്തൊക്കെ പോയിരുന്ന് കുത്തിയിരുന്ന് കാണട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു രസം. പക്ഷേ ഈ ഒരു ഇടിപ്പടം അതിൻ്റെതായിട്ടുള്ള ഒരു ഗൗരവത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ പോയി കാണുക എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. അന്യഭാഷ ചിത്രങ്ങളൊക്കെ വന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് വലിയ കളക്ഷനൊക്കെ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു കേരളത്തിൽ നിന്ന് തന്നെ ഒരു പടം, അതായത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു പടം വരുമ്പോൾ, ഒരു സിനിമ വരുമ്പോൾ അതിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന വിട്ടിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സുരാജ് വെഞ്ഞാറിനെ പോലെയും അത് ഈ ഇടുക്കി ജാഫറിനെ പോലെയുള്ളവനെയൊക്കെ എന്ത് ചെയ്യണം? എന്തായാലും ഈ ഉണ്ണി മുകുന്ദനെ കുറിച്ച് ടിനി ടോം പഴയ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഉണ്ണി മുകുന്ദൻ സിനിമയിലേക്ക് വന്ന ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഈ പറയുന്ന ടിനി ടോം ഒരു കാര്യം പറയുന്നുണ്ട്, കേട്ടു നോക്കി. സിനിമയിലാണ് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചത്. അതിലൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു, അത് ഒരു വിക്കനായിട്ട് അഭിനയിക്കാനാണ്. ആ പയ്യൻ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, എങ്ങനെയാണ് ചേട്ടാ ഈ വിക്കർ സ്റ്റാമറിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് പയ്യൻ നല്ലൊരു സ്റ്റാറായിട്ട് വന്നു. എന്നോടൊപ്പം തന്നെ അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ എന്നാണ് പേര്. അപ്പം അന്ന് അന്തിലൊരു നടി ഇവൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ, ഇത് ഉണ്ണി പോലെ ഷെയർ ചെയ്യാത്ത കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് കുറച്ചിൽ പോലെ കണ്ടിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഫോട്ടോഷൂട്ടിൽ. അത് നടിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു അധികം പുതിയ പയ്യനാണല്ലോ, എൻ്റെ ഒപ്പം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ കാലം അവനെ നായകനാക്കി തിരിച്ചുകൊണ്ടുവന്നു. ഒരുപക്ഷെ ആ നടി അവൻ്റെ ഒപ്പം ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കർമ്മ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, കാലചക്രം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, കാവ്യനീതി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആരെയും ചെറുതായിട്ട് നമ്മൾ കാണാൻ പറ്റില്ല. ഒരു മയിൽക്കുറ്റിയാണെങ്കിൽ പോലും നാളെ എന്താവും എന്ന് അറിയാൻ പറ്റില്ല. രാജീവ് കുമാർ സാർ എന്നെ പഠിപ്പിച്ചെന്ന ആളാണ്. ഇന്ന് ഇവനിപ്പോൾ ചെറിയൊരു നടനായിരിക്കും, പക്ഷെ നാളെ നല്ലൊരു അത് ശരിയായിട്ടൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ആരെയും ചെറുതായിട്ട് കാണാനായിട്ട് പാടില്ല. എല്ലാവരും കഷ്ടപ്പാടിൽ കൂടെയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഇവനെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നാളെ അവൻ എങ്ങനായി മാറുമെന്നുള്ളത് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് സത്യം തന്നെയാണ് ഇവിടെ ഈ പറയുന്ന ടിനി ടോം പറഞ്ഞു വെച്ചത്. കാരണം ഈ ഉണ്ണി മുകുന്ദനുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇതുപോലെ സിനിമ ഇഷ്ടവുമായിട്ട് നടക്കുന്നവൻ. സെയിം അതുപോലെ തന്നെയാണ് ഈ ഉണ്ണി മുകുന്ദൻ എങ്ങനെ കഷ്ടപ്പെട്ടു അതുപോലെ തന്നെയാണ് ഇവനും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനും ഈ സിനിമയിലേക്ക് കയറണമെന്നുള്ള ഒരു ആശയം ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ഉണ്ണി മുകുന്ദനുമായിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും അവനോട് പറഞ്ഞു വെക്കുന്ന കാര്യം ഇത് തന്നെയാണ്, ഉണ്ണി മുകുന്ദനെ നീ കണ്ടുപിടിക്കട, അവനെ നീ റോൾ മോഡൽ ആക്കൂ എന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എത്രമാത്രം തളരാതെ അതിനുവേണ്ടി പരിശ്രമിച്ചു ഈ ഉണ്ണി മുകുന്ദൻ. അതുപോലെ തന്നെയാണ് ഇവനോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. എന്തായാലും ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഉണ്ണി മുകുന്ദൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ണി മുകുന്ദനെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. കൈരളി ടി വിയിലെ ഒരു ഇൻ്റർവ്യൂ ആണ്, ഈ ജോൺ ബ്രിട്ടാസിൻ്റെ. അതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യം ഒന്ന് കേട്ടു നോക്കിയേ. സത്യം പറഞ്ഞാൽ നമുക്കും വിഷമം തോന്നും. നിങ്ങളൊന്ന് കേട്ടേ. നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പല സമയങ്ങളും ഇരുന്ന് കുറേ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. കേസിൽ ഒരു സമയത്ത് ഞാൻ ഇതിന്റെ മുകളിൽ ചാടി തീരുമാനമായാലോ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ കടന്നു വരും. നിങ്ങൾ ജോലി ഒഴിവാക്കി കരിയറിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഒന്നും ആയില്ല. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കടന്നു പോയിട്ട് എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തരണം ചെയ്തത്? എന്നിട്ടും ഈ ഒരു സക്സസ് സ്റ്റോറി നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കുറച്ച് വെള്ളം ഈ ബസ്സിന് മാത്രമാണ് ഇതൊരു ചെറിയ ഈ ഒരു സീൻ കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി എനിക്ക്. ഇതേ സെയിം സിറ്റുവേഷനാണ് എൻ്റെ കൂട്ടുകാരിലും ഞാൻ കണ്ടിട്ടുള്ളത്. അവനും സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹവും കൊണ്ട് നടക്കുന്ന ഒരു പയ്യനാണ്. ഇതേപോലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് അവനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അവൻ ഇതുപോലെ തന്നെ മസിലൊക്കെ വീർപ്പിച്ച് അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോയി നല്ല ഹൈറ്റൊക്കെ ഉണ്ട്, കാണാനും നല്ലൊരു പയ്യൻ. അപ്പോൾ അവനും ഇതുപോലെ തന്നെയാണ്.
അപ്പം തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഇതുമായിട്ട് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ണി മുകുന്ദൻ വന്ന ആ ഒരു സങ്കടം ഉണ്ടല്ലോ, അതായത് വീടിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇതിന് മുകളിൽ നിങ്ങോട്ട് താഴെ ചാടിയാലോ എന്ന് ആ സുഹൃത്ത് പറയുന്ന ആ ഒരു കാര്യം, ഇതൊക്കെ കഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു ആശ കൊണ്ട് നടക്കുന്നവർക്കും ഒക്കെ അറിയത്തുള്ളൂ ഇതിൻ്റെ ഒരു കാര്യം. ഒരിക്കലും ഒരുത്തൻ കയറി വരുമ്പോൾ അവനെ പിടിച്ച് ചവിട്ടി താത്ത് കളയുന്ന ഒരു സ്വഭാവം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നോ അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നോ ഉണ്ടാകരുത്. അവനെ ചേർത്ത് പിടിക്കണം, അവന് നല്ല സപ്പോർട്ട് കൊടുക്കണം. എടാ, നമ്മുടെ ഒരു സിനിമയിൽ, നമ്മുടെ ഒരു മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു തരംഗം നിനക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞല്ലോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അവനെ കൂടെ നിർത്തണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യം മറ്റൊരുത്തൻ ചെയ്യുമ്പോൾ കുശുമ്പും കുന്നായും കൊണ്ട് നടക്കരുത്. ഈ പറയുന്ന സുരാജ് വെഞ്ഞാറമൂടിന് കഴിയുമോ ഇതുപോലൊന്ന് ചെയ്യാൻ? ജാഫ്രിഡിക്ക് കഴിയുമോ? ഇല്ലല്ലോ. നമ്മുടെ ഇന്ന് മലയാള സിനിമയിൽ ഇതുപോലൊരു സ്റ്റണ്ട് സീനൊക്കെ ചെയ്യാൻ പറ്റുന്ന പൃഥ്വി, അതോടൊപ്പം ടോവിനോ, ഈ ഉണ്ണി മുകുന്ദൻ, അങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോൾ ഒരു ഗെറ്റപ്പ്, നമ്മുടെ ഇപ്പോൾ ഈ മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഈ ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു ഗെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, സൂപ്പർ ഗെറ്റപ്പാണ്. ആ ബോഡിയും ആ ഒരു സെറ്റപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എല്ലാവരും ഒന്ന് ഈ മലയാള സിനിമയിൽ ഇങ്ങനെ ഇത്രമാത്രമോ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് സന്തോഷിക്കുക, ഓനെ ഒന്ന് അഭിനന്ദിക്കുക, അതേലും ചെയ്യും. ചുമ്മാ കുറ്റവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാതെ എൻ്റെ പൊന്നു സുരാജേട്ട, പൊന്നു ഇടുക്കി ജാഫറെ. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.